ഹലോ, അഫീസ്നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടില്ലേ, അപ്പോൾ മനസ്സിലായില്ലേ, കസ്റ്റർഡ് പൗഡർ വെച്ചിട്ട് എങ്ങനെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് മുന്നായിട്ട് ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. ഇനി തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കാണും. ആ ബെല്ലൈക്കണിൽ 3 ഓപ്ഷൻസ് വരും. ആ 3 ഓപ്ഷൻസിൽ ഓള് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓള് സെലക്ട് ചെയ്ത് കൊടുത്താലാണ് ഞാൻ ഇനി എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും അതൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇത് പലരും ട്രൈ ചെയ്യണ മെത്തേഡ് തന്നെ ആയിരിക്കും, എന്നാലും ഞാൻ ചെയ്യണൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഞാനൊരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരാൾക്ക് ലാവിഷായിട്ട് കഴിക്കാനുള്ളൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനുള്ള അത്രയും ഫോസ്റ്റക്ലാക്സിൻ്റെ കസ്റ്റർഡ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പാലൊന്ന് നമുക്ക് തിളപ്പിക്കാൻ വെക്കണം. പാലിൽ വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല. ഇത് നമുക്ക് പാൽപ്പൊടി വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ. നമ്മൾ പാൽപ്പൊടി മിക്സ് ചെയ്ത് പാലുണ്ടാക്കൂലേ. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് കസ്റ്റർഡ് പൗഡർ എടുക്കുന്നുണ്ട്. അതിൽ കൂടി ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട്. 1.5 അല്ലെങ്കിൽ 2 വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാല് വെച്ചെടുക്കണ പാല് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇളക്കും. അപ്പോൾ അതൊന്ന് കുറുകി വരണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാൽപ്പൊടി വെച്ചിട്ടും ഉണ്ടാക്കട്ടോ. ഞാൻ ആദ്യമൊക്കെ പാൽപ്പൊടി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാറ്. നമ്മൾ സാധാരണ പാലുണ്ടാക്കുന്ന പോലെ ചെയ്തിട്ട് ഇതേ മെത്തേഡ്. അപ്പോൾ അതേ നമ്മളെ പാല് അതൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കസ്റ്റർഡ് പൗഡർ അതിൽ മിക്സായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറണം. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ചിലർക്ക് ഇതിലും ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും ഇഷ്ടം. എനിക്ക് ഈ ഒരു പരുവത്തിലുള്ളതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇത് നമുക്ക് വേറൊരു കപ്പിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിനൊന്ന് തണുപ്പിക്കണം, ഒന്ന് ഫ്രീസ് ചെയ്യാം, ഒന്ന് തണുപ്പിക്കാൻ വെക്കണം. അപ്പോൾ ദേ ഇത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് തണുപ്പിക്കാൻ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ഫ്രൂട്ട്സൊക്കെ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്വീറ്റ് മെലൺ എടുത്തിട്ടുണ്ട്, മുന്തിരി, അനാറ്, പിന്നെ പഴം, ആപ്പിള്, വാട്ടർമെലൺ. ഇതിപ്പോൾ ഈ ഒരു കപ്പ് കണക്കിന് ഇത് അധികമാണ്, എന്നാലും ഞാനിവിടെ ഇത്രയും എടുത്ത് കാണിച്ചതാണ്. നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. ഫ്രൂട്ട്സൊക്കെ ചെറിയതായിട്ട് ചോപ്പ് ചെയ്ത് വെക്കുക. ഈ ഒരു സൈസിൽ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഇതുപോലെ അരിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, തണുപ്പില്ലെങ്കിൽ, അല്ലെങ്കിൽ പുറത്ത് തന്നെ വെക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിനി ഓരോരോ ലെയറായിട്ട് അത് ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യം കുറച്ച് കസ്റ്റേർഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിട്ടാ. അപ്പോൾ കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സിൽ നിന്ന് ഓരോന്നും ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, മുസമ്പി, ഓറഞ്ച് പോലത്തതൊന്നും ഇതിലിടരുത്. അതേപോലെ അനാറ് ഒക്കെ ഇടുകയാണെങ്കിൽ അത് ആ ഒരു ടൈമിൽ ഇടുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ച് കഴിയുമ്പോൾ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. പൈനാപ്പിളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്താൽ അത് നല്ലതായിരിക്കും. മാങ്ങ ഒക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ, മാങ്ങ കുഴപ്പമില്ല, ഞാനിവിടെ എടുത്തിട്ടില്ല. പഴവും ആപ്പിളും ഒരു പ്രത്യേക ടേസ്റ്റാണ് കസ്റ്റേർഡിൽ ഇടുമ്പോൾ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ അതേ നമ്മളെ ടേസ്റ്റി ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. കുട്ടികൾ ഫ്രൂട്ട്സ് കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതേപോലെ കൊടുത്താൽ അവർ സ്പൂൺ കൊണ്ട് കോരി തിന്ന് നല്ല ടേസ്റ്റിൽ കഴിച്ചോളും. ഇനി അതല്ലാതെ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. അതായത് ഫുള്ളായിട്ടായ ഒരു കസ്റ്റേർഡിൽ ആ ഫ്രൂട്ട്സ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ കോരി കഴിക്കാം, ലെയറല്ലാണ്ട്. കൂടുതൽ പേരും ഇതേപോലെ കഴിക്കാനാണ് പ്രിഫർ ചെയ്യുക. ഫുള്ള് മിക്സ് ചെയ്തിട്ട് ലെയറല്ലാതെ ഇതേപോലെ കഴിച്ചാലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവർ ഇതുപോലെ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മസ്റ്റായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്